ചരിത്രത്തിൽ അറബികൾക്കെതിരെ യുദ്ധം ചെയ്ത് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടാറുണ്ട് ഇസ്രായേൽ. 6 Day വാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേസമയം അന്നെല്ലാം അറബ് രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ എതിരെ യുദ്ധം ചെയ്തിട്ടും ഇസ്രായേൽ ജയിച്ചു എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ചരിത്രം മാറിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനോട് യുദ്ധം ചെയ്തിരിക്കുന്നു. ഇറാൻ വിജയിച്ചിരിക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഈ വെടിനിർത്തൽ തന്നെ ഇറാന്റെ വിജയമാണ്. കാരണം ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും അതേ സമയത്ത് അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വെച്ച എല്ലാ തീരുമാനങ്ങളെയും തൂത്തെറിയുകയും ചെയ്ത് ഈ ഇറാന്റെ ഉപാധികൾ ചർച്ച ചെയ്യുന്നതിലേക്ക് അമേരിക്കയെ മൂക്കേറിട്ട് കൊണ്ടുവരാൻ ഇറാന് ഈ യുദ്ധത്തിലൂടെ സാധിച്ചു എന്നതാണ് ഇറാൻ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം. ഇറാന് നാശനഷ്ടങ്ങൾ ഇസ്രയേലിലും ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറാൻ അവരുടെ നാശനഷ്ടങ്ങൾക്കെല്ലാം പരിഹാരവും അമേരിക്കയോട് ആവശ്യപ്പെടുകയാണ്. തിരിച്ചാവശ്യപ്പെടാൻ സാഹചര്യമില്ല. കാരണം യുദ്ധം തുടങ്ങിയത്, അനാവശ്യ യുദ്ധം അല്ലെങ്കിൽ എപ്സ്റ്റീൻ യുദ്ധം ആരംഭിച്ചത് ഇസ്രയേലും അമേരിക്കയുമാണ്. എന്നതുകൊണ്ട് തന്നെ ഇറാന് നഷ്ടപരിഹാരങ്ങൾ നൽകേണ്ടി വരും. എന്തായാലും ഇറാന്റെ ഈ വിജയം അല്ലെങ്കിൽ ഈ ഒരു പ്രത്യാക്രമണം, തിരിച്ചടി ശക്തമായതോടെ അതിന്റെ തിരിച്ചടിയുടെ പ്രത്യാഘാതങ്ങൾ അമേരിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ട്രംപിന് ഇംപീച്ച്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന് അധികാരം നൽകുന്ന 25ാം ഭേദഗതി നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ 24 കോൺഗ്രസ് അംഗങ്ങൾ അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ അധികാരം ഒരുപക്ഷെ തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ട്രംപ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മാത്രം കാര്യമാണ് ഈ യുദ്ധം എന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ സയനിസ്റ്റ് ലോബികളും ചേർന്ന് ഇസ്രയേലിനൊപ്പം ചേർന്ന് നടത്തിയ യുദ്ധമാണ്. പക്ഷെ ഇനി ഒരിക്കലും അമേരിക്കയ്ക്ക് അത്തരം ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത വിധം അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഇനി അത്ര പെട്ടെന്നൊന്നും ഇറാനെതിരെ കടന്നു കയറാൻ ഈ രാഷ്ട്രങ്ങൾക്ക് കഴിയില്ല, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനം ഇനി ഭാവിയിൽ ഒരു പ്രസിഡന്റിനും എടുക്കാൻ കഴിയില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.